അത് മനസ്സിലാവാത്ത കാര്യമാണ്. മഴനിഴൽ പ്രദേശമായ പാലക്കാട്ടെ എലപ്പുള്ളിയിൽ മദ്യക്കമ്പനി കൊണ്ടുവരികയാണോ ഏറ്റവും വലിയ ആവശ്യം? അപ്പോൾ ഘടകകക്ഷികളെ പോലും വിശ്വാസത്തിലെടുക്കാതെ ഏകപക്ഷീയമായി 6 or 7 പ്ലാന്റുകൾ അവിടെ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു വൻ അഴിമതിയാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇത് വൻ അഴിമതിയാണ്. CPM നടത്തുന്ന വലിയൊരു കൊള്ളയാണിത്. അതിനോട് കൂട്ടി നിൽക്കാൻ CPI പോലും തയ്യാറല്ല. ഘടകകക്ഷികളെ പോലും JDS തയ്യാറല്ല. അപ്പോൾ RJD തയ്യാറല്ല. അപ്പം സ്വന്തം ഘടകകക്ഷികളെ പോലും വിശ്വാസത്തിലെടുക്കാതെ ഇവിടെ മദ്യനിർമ്മാണ കമ്പനി തുടങ്ങിക്കളയുമെന്നുള്ള ധാർഷ്ട്യം ആർക്ക് വേണ്ടി? ഈ മദ്യമുതലാളിമാർക്ക് വേണ്ടി ഇത്രയും വലിയ വാദം നടത്തേണ്ട കാര്യം എന്താണ്? അതാണ് ഞങ്ങൾ പറയുന്നത്, അഴിമതിയാണ്. ഇതൊരു കാരണവശാലും എലപ്പുള്ളിയിൽ നിന്ന് നടക്കാൻ പോകുന്നില്ല. ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ അവിടെ വളർന്നു വരികയാണ്. കൊക്കക്കോളയെ പൂട്ടിച്ച ആളുകൾ ഇപ്പോൾ മദ്യക്കമ്പനികളെ കൊണ്ടുവരാൻ വേണ്ടി കാണിക്കുന്ന ആവേശം അത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകും. അദ്ദേഹം എന്നെ എന്തോ സംവാദത്തിന് വിളിച്ചു എന്ന് പറഞ്ഞു. ഞാൻ സംവാദത്തിന് VK ശ്രീകണ്ഠൻ MPയെ നിയോഗിക്കുകയാണ്. കാരണം ശ്രീ രാജേഷിനെ തോൽപ്പിച്ച ആളാണ് VK ശ്രീകണ്ഠൻ, അവിടുത്തെ MP ആണ്. അദ്ദേഹം തയ്യാറായിട്ടുണ്ട് സംവാദത്തിന്. അതുകൊണ്ട് പാലക്കാട് MPയുമായിട്ട് അദ്ദേഹം സംവാദം നടത്തട്ടെ, അതാണ് ഏറ്റവും നല്ലത്. എന്നോട് സംവാദം നടത്തേണ്ട കാര്യമില്ല. അദ്ദേഹത്തെ തോൽപ്പിച്ച ഒരു പാർലമെൻറ്റ് അംഗമായ ശ്രീകണ്ഠനുണ്ടല്ലോ, അദ്ദേഹം അതിന് മറുപടി പറയട്ടെ. അദ്ദേഹത്തിനാണല്ലോ എന്നേക്കാൾ കുറേ കൂടി ഗ്രൗണ്ട് റിയാലിറ്റി അറിയാവുന്ന ഒരാൾ. അദ്ദേഹം പറയുന്നു അവിടെ മഴക്കുഴി ഉണ്ടാക്കിയ ആളുകൾ മഴവെള്ളം സംഭരിക്കുന്നു. ആ സംഭരിക്കുന്നതിൻ്റെ പിന്നിൽ കോടിക്കണക്കിന് രൂപയുടെ ആവശ്യമുണ്ട്. എന്നിട്ട് പോലും അവർക്ക് പൂർണ്ണമായ വെള്ളം കിട്ടുന്നില്ല. അവിടെ 500 ഏക്കർ സ്ഥലത്താണ് പാലക്കാട് ഒരു വ്യക്തി നടത്തുന്ന ഒരു സ്ഥാപനം അവിടെ മഴവെള്ളം സംഭരിക്കുന്നത്. അതിന് കോടികളുടെ ചിലവുണ്ട്. 400 ഏക്കർ സ്ഥലത്ത് 6 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നവരാണ് അവിടെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതുപോലെ ഇതിവിടെ നടത്തിക്കളയാന്ന് പറഞ്ഞാൽ എങ്ങനെ പ്രായോഗികമാകും? കിൻഫ്രയിലെ വ്യവസായങ്ങൾക്ക് വെള്ളമില്ല. പാലക്കാട്ടെ ജനങ്ങൾക്ക് മലമ്പുഴ ഡാമിൽ നിന്ന് കുടിവെള്ളത്തിന് കിട്ടുന്നില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിയുണ്ട്, കൃഷിക്ക് ആവശ്യമായ വെള്ളം കൊടുത്തിട്ട് വേണം വ്യവസായങ്ങൾക്ക് കൊടുക്കണമെന്ന്. അപ്പോൾ കൃഷിക്ക് പോലും വെള്ളമില്ല, കുടിവെള്ളമില്ല, ജനങ്ങൾ പ്രയാസപ്പെടുന്ന അവിടെ മദ്യക്കമ്പനി കൊണ്ടുവന്നേ മതിയാകൂ എന്നുള്ള വാശി എന്തിനാണ്? അത് ആർക്ക് വേണ്ടിയാണ്? അപ്പോൾ അവിടെ ഈ പദ്ധതി ഗവൺമെൻറ് ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. ഇടതു മുന്നണിയിലെ ഘടകകക്ഷികൾക്ക് പോലും താല്പര്യമില്ലാത്ത കാര്യമാണ്. അവിടെ നാട് നീളെ ആളുകളെ മന്ത്രി വെല്ലുവിളിച്ചിട്ട് കാര്യമില്ല. ഈ പദ്ധതി ഏറ്റവും അടിയന്തരമായി നടപ്പാക്കേണ്ട, മുൻഗണനാ അടിസ്ഥാനത്തിൽ നടപ്പാക്കേണ്ട ഒരു പദ്ധതിയാണോ? അതല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതിൻ്റെ പിന്നിലുള്ള അഴിമതിയും കൊള്ളയും അത് പുറത്തു വന്നേ മതിയാകൂ. അതിനുവേണ്ടിയുള്ള പോരാട്ടമാണ് ഞങ്ങൾ നടത്തുന്നത്. കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമൊന്നുമല്ല. ഇവിടെ ഏത് വ്യവസായം വന്നേ? ഉള്ള വ്യവസായം തന്നെ ഇവിടെ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്തെ മലബാർ ഡിസ്റ്റിലറീസ് ഉണ്ട്, അതിന് ഇതുവരെ പെർമിറ്റ് കൊടുക്കുന്നില്ല. സർക്കാർ വക സ്ഥാപനം അവിടെ, അതിന് അനുവാദം കൊടുക്കുന്നില്ല. സ്വകാര്യ സംരംഭകർക്ക് അനുവാദം കൊടുക്കുകയാണ്. ഇതാണ് ഗവൺമെൻറ് നയം. തൊട്ടപ്പുറത്തുള്ള മലബാർ ഡിസ്റ്റിലറീസിന് വെള്ളം കൊടുക്കുകയോ അവർ പണം കെട്ടിവെച്ചിട്ട് ഇതുവരെ വെള്ളം കൊടുക്കാൻ തയ്യാറായിട്ടില്ല. അപ്പോഴാണ് കോടിക്കണക്കിന് ലിറ്റർ വെള്ളം വേണ്ടി വരുന്ന ഈ സ്വകാര്യ പ്ലാന്റിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് നിൽക്കുന്നത്, മന്ത്രി നിൽക്കുന്നത്. സ്വന്തം കുഞ്ഞിനെ നോക്കാൻ മന്ത്രിക്ക് സമയമില്ല. അപ്പോഴാണ് സ്വകാര്യ വ്യക്തികളെ വിളിച്ചുകൊണ്ട് വന്ന് അവരെ സഹായിക്കാനായി ശ്രമിക്കുന്നത്. അതൊന്നും ഒരു കാരണവശാലും അംഗീകരിക്കില്ല. കേരളത്തിൽ അതിശക്തമായ പ്രക്ഷോഭം ഇതിന് ഉയർന്നു വരുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള നടപടികൾ തന്നെയായിരിക്കും ഈ യോഗത്തിൽ ഉണ്ടാകാൻ പോകുന്നത്.
രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ബ്രൂവറിയിൽ അഴിമതി ആവർത്തിക്കുന്നു, ഒപ്പം തന്നെ 24-ലൂടെ ഒരു സംവാദത്തിന് MP രാജേഷ് ക്ഷണിച്ചിരുന്നു. ആ സംവാദത്തിന് താനില്ല, VK ശ്രീകണ്ഠൻ തയ്യാറാണ്, അദ്ദേഹവുമായി സംവദിക്കട്ടെ. MP രാജേഷിനെ തോൽപ്പിച്ചയാളാണ്, MP ആണ്, അദ്ദേഹം സംവദിക്കട്ടെ എന്ന് പറയുകയാണ്. താൻ സംവാദത്തിനില്ല എന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കുന്നു.